വചനമൊഴി ഫെബ്രുവരി 23. വചനഭാഗം യാക്കോബ് 2:1-9, ലൂക്കായുടെ സുവിശേഷം 16:19-31. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യം, ദൈവരാജ്യത്തിൽ മാനദണ്ഡം മനുഷ്യരുടെ സമ്പത്തല്ല, ഹൃദയത്തിന്റെ നീതിയും കരുണയുമാണ് എന്നതാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ തിരുവചനം നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു: പക്ഷപാതം കാണിക്കരുത്. സഭയിൽ സമ്പത്തിന്റെ പേരിൽ ആദരവും അവഗണനയും കാണിക്കരുത് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും ശ്രവിക്കുന്ന ധനികനും ലാസറും എന്ന ഉപമ ഇക്കാര്യം തന്നെ വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ധനികൻ ഭൗതിക സമ്പത്തിൽ സമ്പന്നനായിരുന്നെങ്കിലും കരുണയിൽ ദരിദ്രനായിരുന്നു. ലാസറ് ശരീരത്തിൽ ദരിദ്രനായിരുന്നെങ്കിലും ദൈവത്തിൽ സമ്പന്നനായിരുന്നു. ജീവിതകാലത്ത് ലാസറിനെ അവഗണിച്ച ധനികൻ മരണത്തിന് ശേഷം ദുഃഖത്തിലാഴുമ്പോൾ ലാസറ് ആശ്വാസത്തിലായിരിക്കുന്നു. ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാന പാഠങ്ങൾ: പക്ഷപാതം പാപമാണ്. മനുഷ്യരെ അവരുടെ സമ്പത്തോ സ്ഥാനമോ നോക്കി വിലയിരുത്തുന്നത് ദൈവത്തിന്റെ മനസ്സിനോട് ചേരുന്നതല്ല. കരുണയുടെ അഭാവം ആത്മീയ നാശത്തിലേക്ക് നയിക്കുന്നു. ധനികന്റെ പാപം ദോഷം ചെയ്തതല്ല, നല്ലത് ചെയ്യാതിരുന്നതാണ്. രക്ഷ ഇന്ന് കരസ്ഥമാക്കേണ്ടതാണ്. ഇന്നത്തെ ജീവിതം അനുസരിച്ചായിരിക്കും മനുഷ്യന്റെ രക്ഷയും ശിക്ഷയും. പ്രാർത്ഥനകളും ഉപവാസവുമായി ഈ നോമ്പുകാലം നാം ചെലവഴിക്കുമ്പോൾ ഇന്നലെ ഞായറാഴ്ച തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നതും സമ്പത്ത് പങ്കുവെക്കുവാനുള്ള മനോഭാവം രൂപപ്പെടണമെന്നാണ്. ഇന്നലെ ഞായറാഴ്ച തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചതും സമ്പത്ത് പങ്കുവെക്കുന്നതിനുള്ള മനോഭാവത്തെ കുറിച്ചാണ്. സമ്പത്ത് പങ്കുവെച്ച് രക്ഷ അനുഭവിച്ച സക്കേവൂസ്, പങ്കുവെക്കാതെ നാശത്തിലേക്ക്, ശിക്ഷയിലേക്ക് പോകുന്ന ധനവാന്. സമ്പത്തിനേക്കാൾ അധികമായി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് ഇന്നലെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് സഹോദരങ്ങൾക്ക് വേണ്ട കരുതലും പരിഗണനയും കൊടുത്തുകൊണ്ടാണ് എന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം അനുസരിച്ച് ജീവിച്ച് രക്ഷ അനുഭവിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.